ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ആക്ച്വലി ഞാൻ റെക്കോർഡിങ് നല്ല ലേറ്റ് ആണ്. ബിക്കോസ് ഒന്നാമത് ചുമയും കാര്യങ്ങളും മാറിയിട്ടില്ല. എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ റീഡിങ് എടുക്കണോ വേണ്ടേ എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ബട്ട് എനിവേ, ഞാൻ അധികം നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഷഫിൾ ചെയ്ത് കാർഡ്സ് എടുത്ത് വെച്ചു. എനിക്ക് 2 പൈലാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആക്ച്വലി വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു സർപ്രൈസ്, ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല എന്താ വരാൻ പോകുന്നത്, നിങ്ങൾക്ക് തീരെ അറിയില്ല. ഓക്കെ, നിങ്ങളങ്ങനെ ഒരു എന്താ പറയുക, മനസ്സിൽ അങ്ങനെ ഒരു കാര്യം പോലും ചിലപ്പോൾ ചിന്തിച്ച് കാണില്ല. അങ്ങനെ സർപ്രൈസ് ആയിട്ട് എന്താ നടക്കാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, 2 പൈൽ വെച്ചു ഞാൻ. ഓക്കെ, പൈൽ 1 ഈ ഒരു നമ്മുടെ എന്താ പറയുക സ്വാൻ ആണിത്. പൈൽ 2 പീക്കോക്കാണ്. ഓക്കെ, നമ്മുടെ മയില്. ഓക്കെ, സോ പൈൽ 1 പൈൽ 2 നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ഞാൻ പൈൽ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആക്ച്വലി ഞാൻ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞിരുന്നു മെമ്പർഷിപ്സ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഉള്ള മെമ്പേഴ്സിന് ഞാൻ എന്തെങ്കിലും ഒരു എക്സ്ട്രാ വീഡിയോ ഞാൻ ഇടാൻ ശ്രമിക്കാം. ഇന്ന് ഇപ്പോൾ ഒത്തിരി സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. നാളെ കഴിഞ്ഞ് ഞാനൊന്ന് ശ്രമിക്കാം. ഓക്കെ, 1-2 വീഡിയോസ് എങ്കിലും നിങ്ങൾക്ക് ഈ മാസം തീരുമ്പോഴേക്കും. പിന്നെ ഞാൻ പേഴ്സണൽ റീഡിങ്സ് ഇനി 1 മാസത്തേക്ക് കൂടി ഒട്ടും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ നാട്ടിലേക്ക് പോകുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലി കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലും കാര്യങ്ങളിലും ആയിരിക്കും ഞാൻ. ഓക്കെ, എല്ലാം കഴിഞ്ഞ് ഒന്ന് സമാധാനമായ ശേഷം പിന്നെ ഡിസംബറൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം. അതുവരെ തൽക്കാലം ഞാനത് യൂട്യൂബിൻ്റെ റീഡിങ്സ് എങ്ങനെയെങ്കിലും ഇടാം. ഓക്കെ, എനിവേ കൂടുതൽ സംസാരിച്ച് ഞാൻ തന്നെ നെട്ടും, എപ്പോഴും എൻ്റെ സ്വഭാവമാണ്. ഓക്കെ, പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക്, ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഞാൻ 2-3 ഡെക്കൊക്കെ യൂസ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഷഫിൾ ചെയ്ത് വെച്ചത്. സോ ദാറ്റ് നീളണ്ടാന്ന് വിചാരിച്ച്. ഓക്കെ, ഇതിൽ നിന്ന് എടുക്കാം. ഇതിപ്പോൾ ഡൈസ് ആൻഡ് ക്ലോവർ ആണ്. ആക്ച്വലി ക്ലോവർ ഇത് ലക്കിൻ്റെ ആണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഭാഗ്യം വരുന്ന കാര്യമാണ്. ആൻഡ് ഡൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും റിസ്ക് എടുത്ത് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചാണ്. ഇവിടെ ഈ ലക്ക് നിങ്ങൾക്ക് ഏത് കാര്യത്തിലും ആവാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ റിസ്ക് എടുത്ത് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ അതിലൊരു സക്സസ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ മനസ്സിൽ അതൊരു ഡൗട്ട് ഉണ്ടാവാൻ നടക്കും. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, എല്ലാം എടുത്തിട്ട് പറയാം. ഐ തിങ്ക് അതാണ് നല്ലത്. ഓക്കെ, ഞാൻ 3 കാർഡാണ് വെച്ചത്. ഇതിൽ 4 ഉണ്ട്. സോ ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അപ്പം നിങ്ങൾക്കൊരു എക്സ്ട്രാ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ 3 എടുക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ആൻഡ് ഇവിടെ സെൽഫ് ലവ്, ബിഗിനിങ് ആൻഡ് ഗ്രോത്ത്. ഓക്കെ, ഐ തിങ്ക് കണക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് 4 ഓഫ് പെൻറ്റിക്കിൾസ്, 9 ഓഫ് പെൻറ്റിക്കിൾസ്, 3 ഓഫ് സോർഡ്സ് ആൻഡ് ജഡ്ജ്മെൻ്റ് ആണ്. ഓക്കെ, ഇവിടെ കാണുന്നത് ഇത് ആക്ച്വലി മെയിൻലി എനിക്ക് ഫൈനാൻഷ്യലിൻ്റെ കാര്യം കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ലക്കും ഉണ്ടായിരുന്നു. ഗ്രീൻ കളർ ക്ലോവർ, ഇതൊക്കെ നമുക്ക് ഫൈനാൻഷ്യൽ എന്ന് മാത്രമല്ല ലക്ക് ഓവറോൾ എന്തെങ്കിലുമൊക്കെ ഭാഗ്യം എന്ന രീതിക്കാണ് പറയുക. പ്രത്യേകിച്ച് ഗ്യാമ്പിൾ എന്ന് കാണുന്നുണ്ട്. ഗ്യാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഗ്യാമ്പിളിംഗ് ആയിട്ട് എടുക്കണ്ട, നിങ്ങൾ ആരും ചെയ്യാൻ പോകരുത്. പക്ഷെ റിസ്ക് എടുത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ, ഓക്കെ, അതിലുള്ള ലക്ക് എന്ന രീതിക്കായിരിക്കാം. ചിലപ്പോൾ ലോട്ടറി എടുത്ത് ചിലവർക്ക് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു സഡൻ വിൻ വരുന്നതായിരിക്കാം. സഡൻ ചിലപ്പോൾ എന്തെങ്കിലും ഭാഗ്യക്കുറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നറുക്കെടുപ്പിൽ എവിടെയെങ്കിലും എന്തെങ്കിലും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും തരാം. എന്തോ ഒരു ഭാഗ്യം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്ന രീതിക്കാണ്. എൻ്റെ ഇവിടെ ഫൈനാൻസിൻ്റെ കാര്യമാണ് എനിക്ക് കൂടുതലും ഫീൽ ചെയ്യുന്നത്. കാരണം 9 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. 9 ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത് നമ്മളുടെ ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ് എന്ന രീതിക്കാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നേടുന്ന പോലെയാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ജോലി, കരിയറൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു അവനവൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടത് നിങ്ങൾക്ക് കിട്ടും എന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാ അബണ്ടൻസും ഉണ്ടാവും, നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവും എന്ന രീതിക്കാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും. അതായത് മറ്റുള്ളവരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ഓക്കെ, മറ്റാരെയും അല്ലെങ്കിൽ പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോകാം, സ്വന്തം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുക. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസിൻ്റെ 9 ഓഫ് പെൻറ്റിക്കിൾസ് അതാണ് നമ്മൾ പറയുക. ചിലവർക്ക് വിഷ് എന്ന രീതിക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കുന്ന രീതിക്കുമാണ്. എൻ്റെ ഇത് കൂടുതലും ഫൈനാൻസിൻ്റെ ആണ് എനിക്ക് കാണുന്നത്. കാരണം 4 ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. നിങ്ങൾ ഇതുവരെ ഐ തിങ്ക് പണത്തിന് കുറച്ചിങ്ങനെ സൂക്ഷിച്ചൊക്കെ ചിലവാക്കേണ്ടി വന്നിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഇനി അത് വേണ്ടി വരില്ല. ഓക്കെ, അതിന് ഐ തിങ്ക് നിങ്ങൾക്കൊരു ഗ്രോത്ത് എനിക്ക് കാണുന്നുണ്ട്. 4ന്ന് നമ്മൾ 9 വന്നു എന്നാണ്. സോ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തത്, ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ലൊരു റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും അത് വരുന്നത്. ഓക്കെ, എൻ്റെ ഇവിടെ ഓക്കെ, കുറച്ച് പേർക്ക്
ജഡ്ജ്മെൻറ്റും ഇത് 3 ഓഫ് സോർട്സും കാണുന്നത് നിങ്ങൾ മുമ്പ് എന്തെങ്കിലും നിങ്ങൾക്കൊരു വിഷമം അനുഭവിച്ച ഒരു കാര്യം, അതിപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മാച്ച് ആവണമെന്നില്ല. ഓക്കെ, നിങ്ങൾ കാണുന്ന ഒരുപാട് പേരുണ്ടാവും. സോ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഭാഗ്യത്തിൽ സഡൻലി എന്തെങ്കിലും നിങ്ങൾക്ക് ലക്ക് കിട്ടുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കരിയറിൽ എന്തെങ്കിലുമൊക്കെ കൂടുതൽ അബണ്ടൻസ് വരുന്ന പോലെ ആയിരിക്കാം. നല്ലൊരു ജോലി കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഏണിങ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. കുറച്ച് പേർക്ക് അതായിരിക്കും. കുറച്ച് പേർക്ക് ഇവിടെ ഹാർട്ട് ബ്രേക്ക് ആൻഡ് ജഡ്ജ്മെൻറ്റ് രണ്ടും കൂടി എനിക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്ന നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം. ഓക്കെ, അതിൻ്റെ ന്യായം വരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് വേദനിപ്പിച്ച കാര്യങ്ങളിൽ ഒരു ന്യായം യൂണിവേഴ്സായിട്ട് ചെയ്യണം. സോ ഇതെല്ലാം കൂട്ടി പറഞ്ഞാലും മേ ബി യെസ്, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളെ ഒരു അനുഗ്രഹിക്കുന്ന പോലെയാണ്. നിങ്ങൾ ഇതുവരെ നിങ്ങൾ വേദനിച്ചു, വിഷമിച്ചു, നിങ്ങൾക്കൊന്നും നടക്കുന്നില്ല എന്ന് തോന്നി, അതിൽ നിന്നൊക്കെ ശരിക്കും യൂണിവേഴ്സായിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് കൊണ്ടുവരുന്ന പോലെയാണ് കാണുന്നത്. നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് മാറുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. മേ ബി കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് നിന്ന് പുറത്തു വരുന്നതായിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഈ ഒരു മനസ്സിലെല്ലാം അടക്കി വെക്കുന്ന തരത്തിലാണ് നമ്മൾ 4 ഓഫ് പെൻറ്റിക്കിൾസ് പറയുക. സാധാരണ എന്തൊക്കെയോ മനസ്സിൻ്റെ ഉള്ളിൽ അടക്കി വെക്കുക. അപ്പോൾ ഈ വേദനകൾ നിങ്ങൾ അടക്കി വെച്ചിട്ടുണ്ടാവാം. പക്ഷേ ഐ തിങ്ക് അതൊക്കെ നിങ്ങളൊന്ന് റിലീസ് ആവുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഈ കാർഡ് കാണുമ്പോൾ. ഓക്കെ, നിങ്ങൾ മനസ്സ് തുറന്ന് ഒരു സന്തോഷിക്കാൻ പറ്റുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു ലെവലെത്തും. ഓവറോൾ എനിക്കിവിടെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ്, സന്തോഷം, ഇൻഡിപെൻഡൻസ്, ഓക്കെ, ഒരു ലക്ക് എന്ന രീതിക്കൊക്കെയാണ് ഇത്. നിങ്ങൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല അതായിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ബിക്കോസ് എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു വിഷമവും വേദനയും കിട്ടിയിട്ടുണ്ടാവുള്ളൂ, എപ്പോഴും നിങ്ങൾക്കൊരു ഡിസപ്പോയിൻമെൻറ്റേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അതിൽ നിന്നൊക്കെ ഐ തിങ്ക് നിങ്ങളൊരു എന്താ പറയുക, യൂണിവേഴ്സായിട്ട് നിങ്ങളെ മുന്നോട്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. എൻ്റെ ഇവിടെ സെൽഫ് ലവ് ഉണ്ട്, ന്യൂ ബിഗിനിങ് ആൻഡ് ഗ്രോത്ത് ആണ്. ഗ്രോത്ത് അഗൈൻ പറയുന്നത് ഇതേ കാർഡായിട്ട് എടുക്കാം. ഓക്കെ, ഒരു അബണ്ടൻസിൻ്റെ കാർഡാണ്. നമുക്ക് വീണ്ടും ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആയിരിക്കാം, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നതായിരിക്കാം, ജോലി കരിയർ അങ്ങനെ അതിൽ ഗ്രോത്ത് ഉണ്ടാവുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾ തന്നെ ഗ്രോ ആവുന്നതായിരിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു മനസ്സിൽ നിന്ന് ഭാരങ്ങളൊക്കെ ഒഴിഞ്ഞ് നിങ്ങളൊന്ന് ഫ്രീ ആയിട്ട്, കാരണം ഇനിയാണ് നിങ്ങൾക്കൊരു വളർച്ച വരാൻ പോകുന്നത് എന്ന് പറയുന്ന പോലെ. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ ഇതുവരെ എന്താണോ വിഷമങ്ങളും കാര്യങ്ങളും ബാധിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒന്നും ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലേ. സോ മേ ബി അതൊക്കെ ഒന്ന് മാറിയിട്ട് ആ വേദനകളും വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾക്കൊരു ഗ്രോത്ത് ഫേസ് സ്റ്റാർട്ട് ആവുന്ന പോലെയും പറയാം. ന്യൂ ബിഗിനിങ്ങും ഉണ്ട്. യെസ്, സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു പുതിയ തുടക്കം, ഗ്രോത്ത്, അബണ്ടൻസ് ഇതെല്ലാം കാണിക്കുന്ന ഒരേ കാര്യങ്ങളാണ്. ഓക്കെ, ഓൾമോസ്റ്റ് കൂടുതലും ഫൈനാൻസിൻ്റെ കാര്യത്തിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ഐ തിങ്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യുക, കരിയർ എന്തെങ്കിലും ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈവൻ ബിസിനസ്സായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യലി നിങ്ങൾ കുറേ കൂടി സ്റ്റേബിൾ ആവുന്ന തരത്തിൽ എനിക്ക് കാണുന്നുണ്ട്. സെൽഫ് ലവ് കാണുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ഐ തിങ്ക് സെൽഫ് ലവിലേക്ക് വന്നിട്ടുണ്ടാവും ഓൾറെഡി. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങി കാണും. ആൻഡ് അത് ചെയ്യുമ്പോഴാണ് ഇവിടെ നിങ്ങളെ മുമ്പ് പാസ്റ്റിൽ പല കാര്യങ്ങളും നിങ്ങളെ വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു. ഇപ്പം ഐ തിങ്ക് നിങ്ങൾ അവനവനൊക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഇത് 9 ഓഫ് പെൻറ്റിക്കിൾസ് ഒക്കെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള രീതിയിലാണ്. സോ മേ ബി നിങ്ങൾ തീരുമാനിച്ച് കാണുന്നിട്ട് ഇനി ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, ഞാൻ എന്നെ തന്നെ കെയർ ചെയ്യും, എന്നെ തന്നെ ഇതാക്കും. ഐ തിങ്ക് ഇപ്പം ഇനിയാണ് നിങ്ങളുടെ ഒരു ഗ്രോത്ത് ഇവിടെ സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, ഇതൊരു ചേഞ്ച്. കുറച്ച് പേർക്ക് നമ്മളിപ്പോൾ സർപ്രൈസ് എന്ന രീതിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളാണ് കൂടുതലും തോന്നുന്നത്. നിങ്ങൾക്ക് ഒരു ഭാഗ്യം കൊണ്ട് എന്തെങ്കിലും ഫൈനാൻസിൻ്റെ കാര്യത്തിൽ, അതിപ്പോൾ കരിയർ, ജോലി കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രൊമോഷൻ, അല്ലെങ്കിൽ അങ്ങനെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ലാഭം, പിന്നെ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഒരു ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുക, അങ്ങനത്തെ കാര്യം. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം. ബട്ട് അത് സർപ്രൈസ് ആയിരിക്കും, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കും. ഓക്കെ, സോ ഇത് ഞാൻ ആക്ച്വലി ടൈമിംഗ് ഞാൻ പറഞ്ഞില്ല. ഇത് എൻ്റെ മനസ്സിൽ ഞാൻ ഒരു വിത്തിൻ ഫ്യൂ ഡേയ്സ് എന്ന രീതിക്കാണ് ഞാൻ പിടിച്ചത്. ഓക്കെ, ഇനി അടുത്ത ഒരു 1 വീക്ക് 10 ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം 15 ഡേയ്സ്, അതിനപ്പുറം ഞാൻ കണക്കാക്കിയിരുന്നില്ല. എനിക്ക് ഞാൻ എടുക്കുമ്പോഴും കാർഡ് എടുക്കുമ്പോഴും. ഓക്കെ, നിങ്ങളും അങ്ങനെ. ഓക്കെ, അടുത്തൊരു 15 ഡേയ്സ് പിടിക്കാം നമുക്ക് അല്ലേ. ഓക്കെ, സോ ഇവിടെ സെക്കൻഡ് പൈൽ പീകോക്ക് ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഇവിടെയായിരുന്നു. ഓക്കെ, കാണുന്നുണ്ടോ? കാണാൻ പോലെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ഒന്നിച്ചും എടുക്കാം. ബട്ട് ഓക്കെ, ഇത് 1 and 3 റൈഡർ ആൻഡ് ഷിപ്പാണ്. ഓക്കെ, കണ്ടോ, ഇതിൽ 3 കാർഡുകൾ. ഞാൻ 3ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ അതിൽ 4 വന്നിരുന്നു. ഓക്കെ, 9 of cups, 8 of wands and 6 of wands. ഓക്കെ, fruition, okay, peace and patience. Okay, ഇതിവിടെ പറയുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ ഇതിൽ ടാരോന്ന് തുടങ്ങാം.
ഓക്കെ, നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഐ തിങ്ക് ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു യാത്ര എന്നുള്ളൊരു കാര്യം കാണുന്നുണ്ട് എനിക്ക്. കുറച്ച് പേർക്ക് ട്രാവലിംഗ് എന്നുള്ളൊരു കാര്യം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇവിടെയും ഒരു കുതിരപ്പുറത്ത് അങ്ങനെ പോകുന്നുണ്ട്, ഇവിടെയും ഒരു ഷിപ്പാണ്. സോ കുറച്ച് പേർക്ക് യാത്രയായിരിക്കാം, കുറച്ച് പേർക്ക് ഒരു ന്യൂസ് വരുന്ന കാര്യമായിരിക്കാം, ഒരു മെസ്സേജ് വരുന്ന കാര്യമായിരിക്കാം, ഇൻഫർമേഷൻ കിട്ടുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു യാത്ര വേണ്ടി വരുന്ന ഒരു കാര്യമായിരിക്കും. അതായിരിക്കും സർപ്രൈസ് ആയിട്ട് കാണുന്നത്. മെസ്സേജും ആവാം. ഓക്കെ, കാരണം ഇവിടെ എനിക്ക് അഗെയിൻ ഇതിലും യാത്രയുടെ കുറിച്ച് വരുന്നുണ്ട്. ഓക്കെ, ഇതും അഗൈൻ യാത്രയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ 9 ഓഫ് കപ്സ് ഇവിടെ പറയുന്നത് നമ്മുടെ ആഗ്രഹം, ഓക്കെ, നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽ ആവാൻ പോകുന്നു എന്നാണ്. ഓക്കെ, നിങ്ങൾ ഇതെന്താ സർപ്രൈസ് എന്ന് വെച്ചാൽ ഇവിടെ ഐ തിങ്ക് നിങ്ങളത് നടക്കുമെന്നൊരിക്കലും പ്രതീക്ഷ കാണില്ല. ഓക്കെ, പെട്ടെന്നായിരിക്കും ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നാണ്. ആൻഡ് അതിവിടെ എനിക്ക് മെയിനായിട്ട് അഗൈൻ ഇതിലും നമ്മൾ ന്യൂസ് മെസ്സേജ് എന്ന രീതിക്കാണ് പറയുക. 8 ഓഫ് വൺസും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നു, കാര്യങ്ങൾ എന്തെങ്കിലും അറിയുന്നു, അല്ലെങ്കിൽ മെസ്സേജസ് വരുന്നു എന്ന രീതിക്കാണ്. അപ്പോൾ അതും വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ സർപ്രൈസ് ആക്ച്വലി വളരെ സ്ട്രോങ് ട്രാവൽ എനർജി ഉണ്ട് നിങ്ങൾക്കിവിടെ. 6 ഓഫ് വൺസും നമുക്ക് ട്രാവൽ എന്ന് വിളിക്കാം, യാത്ര എന്ന് പറയാം, സ്ഥലം മാറ്റം എന്ന് പറയാം. നിങ്ങൾക്ക് സക്സസ് ആണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇത് സക്സസ് ആൻഡ് സെലിബ്രേഷൻ ആൻഡ് വിക്ടറി എന്ന രീതിക്കാണ് നമ്മൾ എടുക്കുക. സോ നിങ്ങൾക്ക് മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ ഒരു സക്സസ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, വേറെ ആരും സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾക്ക് സ്വയം ഒരു സന്തോഷം തോന്നും, ഒരു വിക്ടറി നേടിയ പോലെ നിങ്ങൾക്ക് തോന്നും. ആൻഡ് നിങ്ങളെന്തോ ആഗ്രഹിച്ച ഒരു കാര്യത്തിലാണിത്. നിങ്ങളൊരു ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ആഗ്രഹിച്ച സക്സസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്ന രീതിയിലാണ്. കുറച്ച് പേർക്ക് അതിന് വേണ്ടി ഈ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള യാത്ര ആയിരിക്കാം, അല്ലെങ്കിൽ യാത്ര റിലേറ്റഡ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷങ്ങൾ കിട്ടുന്നത്. നിങ്ങൾ എന്തെങ്കിലും യാത്ര പോകുമ്പോൾ ഓക്കെ, ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് കൊണ്ടുവരാൻ പോകുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കിട്ടുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തോ സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ മേ ബി ഒരു യാത്ര പ്ലാൻ ഓൾറെഡി ഉണ്ടെങ്കിൽ ആ യാത്രയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും, നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം നടക്കും. അല്ലാത്തവർക്ക് പെട്ടെന്നായിരിക്കാം ഒരു യാത്ര തന്നെ വരുന്നത്. ആ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ ട്രാവലാണ് പിക്ക് ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു, മൂവ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കാതെ പ്രതീക്ഷിക്കാതെ ചില മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണും. എൻ്റെ അതെല്ലാം പക്ഷേ നിങ്ങൾക്ക് സന്തോഷം തന്നെ കൊണ്ടുവരുള്ളൂ, സക്സസ് തന്നെ കൊണ്ടുവരുള്ളൂ, പേടിക്കണ്ട. എന്ത് തന്നെ കാര്യമായാലും ശരി, ഒന്നുമില്ലെങ്കിൽ യാത്ര, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് ഓക്കെ, അതിനുള്ള മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ചിലപ്പോൾ ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടും. ആൻഡ് അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കൊണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ഫ്രൂഷനും ഇതും ഒക്കെ ഒരുപോലെ പറയാം നമുക്ക്. നിങ്ങൾക്ക് സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു സക്സസ് എന്ന രീതിയിലാണ്. നമ്മൾ ചെയ്ത് തീർത്തു എന്നാണ് പറയാം. ഓക്കെ, നമ്മൾ എന്താ പറയുക, ചെയ്തതിൻ്റെ ഫലം കിട്ടുക എന്ന് പറയില്ലേ, നിങ്ങൾ ഇത്രയും കാലം ചെയ്തതിന്. പക്ഷേ ഇവിടെ പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല, ശരിയാണ്. നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നിട്ടുണ്ട്, നിങ്ങൾ ക്ഷമയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വെച്ച് നിങ്ങൾ ഒരുപാട് ഇരുന്നിട്ടുണ്ട്, അത് നടക്കാൻ പോകുന്നു എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നുണ്ടാവാം എന്തെങ്കിലും കാര്യത്തിൽ, ക്ഷമയോടെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവാം. സോ അതിൻ്റെ ഒരു നല്ല റിസൾട്ടായിരിക്കാം നിങ്ങൾക്ക് വരാൻ പോകുന്നത്, അതിൻ്റെ ഫലങ്ങൾ കിട്ടുന്നു എന്നാണ്. എൻ്റെ ഇവിടെ പീസ് ഉണ്ട്. സോ യെസ്, സമാധാനം. നിങ്ങൾക്ക് വളരെ ആക്ച്വലി എന്ത് തന്നെ കാര്യം സംഭവിച്ചാലും ഓക്കെ, നിങ്ങൾക്ക് യാത്രയായാലും ശരി, അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കുന്ന കാര്യം, നിങ്ങൾ ഐ തിങ്ക് വളരെയധികം നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു സമാധാനം ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദാറ്റ് മേ ബി കുറേ ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം അങ്ങനെ വലുതുമായിരിക്കാം. സോ അത് നിങ്ങൾക്ക് വളരെ ഒരു റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും, പീസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ ഇതിവിടെ ഐ തിങ്ക് വളരെ ക്ലിയർ, സ്ട്രേറ്റ് ഫോർവേഡാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഓക്കെ, ഞാൻ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ജോലിയുടെ കരിയറിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ വല്ലതും ആഗ്രഹം, അതാണെങ്കിൽ ചിലപ്പോൾ യാത്രകൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടും അബ്രോഡ് പോകുക, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് ഒരു മാറ്റം ആയിരിക്കാം. ഓക്കെ, സ്ഥലം മാറ്റം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ട് ഓക്കെ, അതിന് വേണ്ടി ചിലപ്പോൾ മാറേണ്ടി വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ജോലി മാറുക, അങ്ങനെയായിരിക്കാം. ഓക്കെ, നിങ്ങളൊരു അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോലി നിങ്ങൾ പ്രതീക്ഷിക്കില്ല, നിങ്ങൾ വിചാരിക്കുക അത് കിട്ടില്ല എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവും, പക്ഷെ അത് കിട്ടും. ഓക്കെ, അങ്ങനെയായിരിക്കും. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് മെസ്സേജസ് കിട്ടുന്നതായിട്ടാണ് പറഞ്ഞത്. സോ മേ ബി പേഴ്സൻ്റെ മെസ്സേജ്, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. അഗെയിൻ കുറച്ച് പേർക്ക് ഇവൻ ഒരു മാരേജിൻ്റെ കാര്യമായിരിക്കാം. കാരണം ഇവിടെ ഇതൊരു മാരേജ് കാർഡായിട്ട് എടുക്കാറുണ്ട് നമ്മൾ. സോ മേ ബി നിങ്ങൾ ആഗ്രഹിച്ചൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു മാരേജ് ഫ്യൂച്ചർ എന്ന രീതിക്കായിരിക്കും. നിങ്ങൾ ഐ തിങ്ക് എന്താണോ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് അത് തന്നെയാണ്, പക്ഷെ അത് നടക്കും എന്ന് പോലും നിങ്ങൾ ചിന്തിച്ച് കാണില്ല. പക്ഷേ യെസ്, യൂണിവേഴ്സ് നടത്തി തരുന്നുണ്ട്, നിങ്ങൾക്ക് വരുന്നൊരു ബ്ലെസ്സിങ് തന്നെയാണത്. ഓക്കെ, സോറി, സൗണ്ട് ഇങ്ങനെ താണു പോകണ കേൾക്കണില്ലേ? ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ ബാക്കി നാളെ ഇടാം. സോറി, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.